നമ്മളിപ്പോൾ ഉള്ളത് ലോങ് ഹെയർ എറയിലാണ്. ലെറ്റ്സ് ബി റിയൽ, ലോങ് ഹെയർ ലുക്സ് ഗുഡ്. ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഷാർപ്പ് ജോ ലൈൻ, സോഫ്റ്റ് ഫീച്ചേഴ്സ്, സ്ക്വയർ ഫേസ്, ഓവൽ, റൗണ്ട് ഫേസ് ഷേപ്പ്, എങ്ങനെ തന്നെയാണെങ്കിലും ലോങ് ഹെയർ നിങ്ങൾക്ക് സൂട്ട് ആവും. ലോങ് ഹെയർ നിങ്ങൾക്കൊരു ക്യാരക്ടർ ആഡ് ചെയ്യുന്നു. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മുടി വളർത്തും, ആദ്യം ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിരിക്കും. ഒരു പകുതി കഴിയുമ്പോൾ ബോറായി തോന്നും, ഓക്വേർഡായി തോന്നും, അങ്ങനെ നിങ്ങൾ അത് വെട്ടിക്കളയും. ദ തിങ് ഈസ്, ലോങ് ഹെയർ നിങ്ങൾക്ക് ചേരാത്തത് കൊണ്ടല്ല, നിങ്ങൾ പ്രോപ്പറായി പ്ലാനിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നില്ല. നിങ്ങൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ലോങ് ഹെയർ ഉണ്ടാവില്ല. അതിന് ക്ഷമ വേണം, ഡെഡിക്കേഷൻ വേണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ മുടി നീട്ടി വളർത്താം. വൂൾഫ് കട്ടിനെ പറ്റി ഒരു വീഡിയോ ഇടുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അതിനെപ്പറ്റി ഞാൻ മറന്നതല്ല. വൂൾഫ് കട്ടിന് മുമ്പ് എങ്ങനെ മുടി നീട്ടി വളർത്തണം എന്നതിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വൂൾഫ് കട്ടിന് തൊട്ട് മുമ്പായി അർജന്റായിട്ട് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. വൂൾഫ് കട്ടിന് മാത്രമല്ല, ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന ഏതെങ്കിലും ഹെയർ സ്റ്റൈലിന് ലോങ് ഹെയർ റിക്വയർഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ ഉണ്ടാകും. ഇതെല്ലാം മിസ്സാവാതെ കാണാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് പോകുന്നുണ്ട്, പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്താൽ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. ചാനലിന് ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, സെറ്റ് എ ഗോൾ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്ലിക്ക് ബാക്ക് ആണോ വേണ്ടത്, മിഡിൽ പാർട്ടാണോ, മാൻബണ്ണാണോ, ഫ്ലോ ഹെയർ സ്റ്റൈലാണോ, അതോ വെറുതെ വളർത്തിയിടാനാണോ, സർഫേസ് / വൂൾഫ് കട്ടാണോ വേണ്ടത്, അതിന്റെ എൻഡ് റിസൾട്ട് വിഷ്വലൈസ് ചെയ്യുക. ദെൻ ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്ത് വളർത്താൻ തുടങ്ങുക. ഒരാളുടെ ആവറേജ് ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് 0.5 ഇഞ്ചസ് പെർ മന്ത്, അതായത് 1.25 സെന്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6 ഇഞ്ചസ് പെർ ഇയർ, ദാറ്റ് ഈസ് 15 സെന്റിമീറ്റർ. സോ അത് മനസ്സിലാക്കി വളർത്തുക. ബേസിക്കലി ഒരു 5 to 6 മന്ത് എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് ഹെയർ കിട്ടാനായിട്ട് വേണ്ടിവരും. കുറച്ചുകൂടെ വ്യക്തതയ്ക്ക് സ്ക്രീനിൽ ഒരു ക്വിക്ക് ബ്രേക്ക് ഡൗൺ ചാർട്ട് കാണിക്കാം, നോക്കിക്കോളൂ. സോ ഇപ്പോൾ നിങ്ങൾ ബസ്കട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 18 തൊട്ട് 24 മന്ത് വരെ ബൺ ലെങ്ത് ഹെയറിന് എടുക്കും. ഡിപ്പെൻഡ് ഓൺ യുവർ ജെനറ്റിക്സ് ആൻഡ് ഹൗ യു കെയർ യുവർ ഹെയർ ആസ് വെൽ. മെയിൻ്റനൻസ് കട്ട്. മെയിൻ്റനൻസ് കട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെയറിന്റെ ടിപ്പൊക്കെ ട്രിം ചെയ്യുന്നതാണ്. ഇങ്ങനെ ടിപ്പ് കട്ട് ചെയ്താൽ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ആകുമെന്നാണ് പലരും കരുതുന്നത്. ബട്ട് ആക്ച്വലി അതല്ല നടക്കുന്നത്. ഹെയർ ലോങ് ലെങ്തിൽ വളർത്തുമ്പോൾ സ്പ്ലിറ്റൻസ് ഉണ്ടാകുന്നു. ഇത് വളരെ നോർമലാണ്, എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. അത് ഹെയറിന്റെ എൻഡിൽ, അതായത് ടിപ്പിൽ നിന്ന് കയറി മിഡിൽ വരെ എത്താതെ ഇരിക്കാനാണ് ഹെയർ ടിപ്പ് കട്ട് ചെയ്യുന്നത്. ഇതിലൂടെ സ്പ്ലിറ്റൻസ് തടയാൻ സാധിക്കും. സ്പ്ലിറ്റൻസ് കാലക്രമേണ ഹെയറിനെ ഷോർട്ട് ആൻഡ് തിന്നായി കാണിക്കും. 3-4 മാസം കൂടുമ്പോൾ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ മാത്രം ട്രിം ചെയ്താൽ മതിയാകും. ഇത് ഹെയറിന്റെ എൻഡിനെ സ്ട്രോങ് ആക്കി ഫുൾ പൊട്ടൻഷ്യൽ ലെങ്ത് ഗെയിൻ ചെയ്യാൻ സാധിക്കും. ഇത് കട്ടിംഗ് പ്രോസസ് അല്ല, പ്രൊട്ടക്ടിംഗ് പ്രോസസ് ആണ്. അറ്റം മാത്രം ട്രിം ചെയ്യുക. ഒത്തിരി കയറ്റി വെട്ടിക്കഴിഞ്ഞാൽ അത്രയും നാൾ നിങ്ങൾ വളർത്തിയത് വെറുതെയാകും. സ്കാൽപ്പ് മസാജ്. ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പെർ ഡേ 5 to 10 മിനിറ്റ് സ്കാൽപ്പ് മസാജ് ചെയ്യുന്നതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഹെയർ ഫോളിക്കിൾസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ, ന്യൂട്രിയൻസ് ബ്ലഡ് സർക്കുലേഷൻ വഴി എത്തുന്നു. ഡ്രൈ ഹാൻഡിലോ ഓയിലിട്ടോ ഷാമ്പൂ ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് മസാജ് ചെയ്യാം. നഖം കൊള്ളാതെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. മസാജിങ് ഓവർ ടൈം ഹെയർ ഡെൻസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു, നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കുന്നു, ഡാൻഡ്രഫ് കുറയ്ക്കുന്നു. ഓൾസോ ഇറ്റ് ഫീൽസ് റിയലി റിലാക്സിംഗ്. റോസ്മേരി ഓയിൽ, കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ തുടങ്ങിയവ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടീഷനിങ് ഹെയർ ടിപ്പ്. കണ്ടീഷണർ ഓപ്ഷണൽ അല്ല, ഇറ്റ് ഈസ് എസെൻഷ്യൽ. സ്കാൽപ്പിൽ നിന്നും ഷാമ്പൂ സ്ട്രിപ്പ് ഓഫ് ചെയ്യുന്ന നാച്ചുറൽ ഓയിൽസിന്റെ മോയ്സ്ചർ തിരികെ കൊണ്ടുവരാനും ബ്രേക്കേജ് ഒഴിവാക്കാനും കണ്ടീഷണർ യൂസ് ചെയ്യുക. ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല, ഹെയർ ഡ്രൈ ആയി എന്ന് തോന്നുമ്പോഴൊക്കെ കണ്ടീഷണർ യൂസ് ചെയ്ത് തലകഴുകുക. റൂട്ട് മുതൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യേണ്ടതില്ല, ജസ്റ്റ് മിഡിൽ തൊട്ട് ഹെയർ ടിപ്പ് വരെ അപ്ലൈ ചെയ്യുക. ഇത് സ്പ്ലിറ്റൻജ് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ പ്രോപ്പറായി യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഹെയർ മാസ്ക് വൺസ് എ വൈൽ. ഹെയറിനുണ്ടാകുന്ന ഏതെങ്കിലും തരം ഡാമേജ് റിപ്പയർ ചെയ്യാനും ഡ്രൈ സ്ട്രാൻഡ്സിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെയർ ഷാഫ്റ്റിനെ സ്ട്രെങ്തൻ ആക്കാനും ഹെയറിന് വീക്കിലി ഒരു റീചാർജ് എന്ന പോലെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുക. ഇത് ഡ്രൈ ഓർ ഫ്രിസി ഹെയറിനും ഹെയർ റഫായി തോന്നുന്നതിനും ഒക്കെ നല്ലതാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഈസ് എ ലൈഫ് ചേഞ്ചർ. ഒന്നുമില്ല, വീക്കിലി ഒരു തവണ മാത്രം ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുക. 20 തൊട്ട് 40 മിനിറ്റ് കീപ്പ് ചെയ്യുക. ഷാമ്പൂ ഇട്ട് കഴുകിക്കളയുക. സിമ്പിൾ. ഹെയർ മാസ്കായി നിങ്ങൾക്ക് ഹോം മെയ്ഡ് ഹെയർ മാസ്കോ കടയിൽ നിന്നോ വാങ്ങാവുന്നതാണ്. ഫോർ ഹോം മെയ്ഡ് കോക്കനട്ട് ഓയിൽ, അവക്കാഡോ ഓയിൽ, കാസ്റ്റർ ഓയിൽ, റോസ്മേരി ഓയിൽ, എഗ് വൈറ്റ്, ഒനിയൻ ജ്യൂസ് ഒക്കെ യൂസ് ചെയ്യാം. ഡീടാംഗ്ലിംഗ്. ഹെയറിന് ചെട പിടിച്ചോ കുരുക്ക് വീണോ ഇരിക്കുമ്പോൾ വലിക്കുകയോ വല്ലതും ചെയ്താൽ ഹെയർ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് ഹെയറിന് ഡാമേജ് ആണ്. അതുകൊണ്ട് ഒരു വൈഡ് ബ്രഷ് ഉപയോഗിച്ച് പതുക്കെ കോംബ് ചെയ്ത് ഡീടാങ്കിൾ ചെയ്യുക. ഹെയറിലെ ടാങ്കിൾ ഒഴിവാക്കാൻ ലിവിൻ കണ്ടീഷണർ ഓർ സിറംസ് യൂസ് ചെയ്യാവുന്നതാണ്. ഗെറ്റ് യുവർ ഡയറ്റ് കറക്റ്റ്ലി. നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ചെയ്യാം. ബട്ട് നിങ്ങളുടെ ഡയറ്റ് വീക്കാണെങ്കിൽ നിങ്ങളുടെ ഹെയറും വീക്കായിരിക്കും. ഹെയർ ഹെൽത്തിയും സ്ട്രോങ്ങുമായി വളരാൻ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻസ്, ബയോട്ടിൻ, വൈറ്റമിൻ ഡി, അയൺ, സിങ്ക്, omega-3 ഫാറ്റി ആസിഡ്സ്, ഇതെല്ലാം ലിസ്റ്റായി സ്ക്രീനിൽ കാണിച്ചേക്കാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഫുഡിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻസിന്റെ കുറവ് നികത്താൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ്. ഓർക്കുക, ഞാൻ ഡോക്ടറോ ന്യൂട്രീഷനിസ്റ്റോ ഒന്നുമല്ല. അതുകൊണ്ട് വീഡിയോ കണ്ടപാടെ വെറുതെ ഏതെങ്കിലും സപ്ലിമെന്റ് എടുത്ത് കഴിക്കാതെ നിങ്ങളുടേതായ ഒരു റിസർച്ച് നടത്തിയോ അല്ലെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ടോ മാത്രം സപ്ലിമെന്റ് എടുക്കാൻ നോക്കുക. നിങ്ങളെപ്പോലെ വളരെ സ്മാർട്ടായ ഒരാൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം.
ഗീവ് യുവർ ഹെയർ സം ഡൗൺ ടൈം. ചില സമയം മുടിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ അതിനെ വെറുതെ വിടുക എന്നതാണ്. ഓവർ വാഷിംഗ്, ഓവർ സ്റ്റൈലിംഗ്, ഓവർ പ്രൊഡക്റ്റ് യൂസ് ഇതൊക്കെ ഹെയറിനെ സ്ട്രെസ് ഔട്ട് ആക്കും. സോ ലെറ്റ് യുവർ ഹെയർ ബ്രീത്ത്. ഒന്നും ചെയ്യാതെ ഹെയർ വെറുതെ വിടുക. വല്ല ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ മാത്രം ഹെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യാനാണ് എൻ്റെ സജഷൻ. ബി ജെന്റിൽ വിത്ത് യുവർ ഹെയർ. ഹെയർ ജെന്റിലായി കൈകാര്യം ചെയ്യുക. റഫായി ബ്രഷ് ചെയ്യരുത്. ഉണക്കുമ്പോൾ മെല്ലെ പാഡ് ഡ്രൈ ചെയ്യുക. നനഞ്ഞിരിക്കുമ്പോൾ ടൈറ്റായി കെട്ടിവെക്കാതിരിക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മുടിയല്ലേ, പാവം സർവര്. പ്രൊട്ടക്ട് ഫ്രം സൺലൈറ്റ്. സ്കിന്ന് പോലെ തന്നെ ഹെയറിനും സൺ ഡാമേജ് ഉണ്ടാകും. UV റൈസ് ഹെയറിനെ ഡ്രൈ ആക്കാനും കളർ ഫെയ്ഡ് വരുത്താനും റഫ് ഓർ ബ്രിട്ടിലാക്കാനും സാധ്യതയുണ്ട്. എസ്പെഷ്യലി ലോങ് ഹെയർ ആയിരിക്കുമ്പോൾ. തീരെ വെട്ടം കാണിക്കരുത് എന്നല്ല പറയുന്നത്. സ്ട്രോങ് സൺലൈറ്റിൽ നിന്നും ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക. കുട, ക്യാപ്പ്, ബക്കറ്റ് ഹാറ്റ് ഒക്കെ യൂസ് ചെയ്യാം. ഓൾസോ UV പ്രൊട്ടക്ഷൻ ഉൾപ്പെടുന്ന ലിവിൻ കണ്ടീഷണർ ഓർ ഹെയർ സിറംസ് യൂസ് ചെയ്യാം. ബോണസ് ടിപ്പ്: യൂസ് സിൽക്ക് പില്ലോ കേസ്. നിങ്ങൾ സാധാരണ പില്ലോ കേസ് വെച്ചാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അത് മാറ്റി സിൽക്ക് പില്ലോ കേസ് യൂസ് ചെയ്യുക. ഇത് ഹെയറിനെ ബ്രേക്കേജിൽ നിന്നും ഹെയർ ഫാളിൽ നിന്നും മുടി പൊട്ടുന്നതിൽ നിന്നും ഹെൽപ്പ് ചെയ്യുന്നു. ലോങ് ഹെയർ ആയിട്ടുള്ളവർ കിടന്നുറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ സിൽക്ക് പില്ലോ കേസിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഹെൽമെറ്റ് വെയർ ചെയ്യുന്നതിന് മുമ്പ് സ്കാർഫ് വെയർ ചെയ്താൽ ഹെയർ ഫ്രിസി ആകുന്നതും വിയർപ്പ് തങ്ങുന്ന പ്രശ്നവും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒരിക്കലും നനഞ്ഞ മുടിയായി കിടന്നുറങ്ങരുത്. ഇത് ഹെയറിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ലോങ് ഹെയർ എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ കൊണ്ട് മാത്രം തീർന്നിട്ടില്ല. മുടി വളർത്തുമ്പോൾ പലരും നേരിടുന്ന ഒന്നാണ് ഓക്വേർഡ് സ്റ്റേജ്. വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് ഓക്വേർഡ് സ്റ്റേജിനെ പറ്റിയും മന്ത് ബൈ മന്ത് പ്രോസസ്സിനെ പറ്റിയും നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ പാർട്ട് 2 എന്ന നിലയിൽ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടനെ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. See you next one. Stay healthy, stay connected, stay happy.